Hi friends, welcome to Ladies House. അപ്പോൾ ഞാൻ ഇന്നോടെ വന്നിരിക്കുന്നത് ഒരു മട്ടൻ്റെ റെസിപ്പി ആയിട്ടാണ്. കാശ്മീരിൻ്റെ സ്വന്തം മട്ടൻ റോഗൻ ജോഷ്. അപ്പോൾ നമ്മളതൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് ചെയ്യുന്നത്. ടിപ്പിക്കൽ കാശ്മീർ സ്റ്റൈലിലല്ല ചെയ്യുന്നത്. നമ്മളൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള മട്ടൻ റോഗൻ ജോഷാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. എങ്കിലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ പോർഷനാണ് കേട്ടോ കാണിക്കാനായിട്ട് പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 1/2 കിലോ മട്ടനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. പാൻ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 ടേബിൾ സ്പൂൺ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 5 ഗ്രാമ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് പട്ട, പിന്നെ ഒരു 2 കറുത്ത ഏലക്ക കൂടി എടുത്തിട്ടുണ്ട്. ഇതുകൂടി നമുക്ക് ഈ ഒരു ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അടുത്തതായിട്ട് നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത് സവാളയാണ്. നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഞാനിവിടെ ഒരു 1/2 കിലോ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഓരോരുത്തരുടെ മട്ടനനുസരിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മട്ടൻ എടുക്കുന്ന അതേ അളവിൽ തന്നെ വേണം നമ്മൾ സവാള ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ 1/2 കിലോ മട്ടനാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1/2 കിലോ സവാള ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ല ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ സവാള നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതോടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത് മട്ടനാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 1/2 കിലോ മട്ടനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എല്ലോട് കൂടിയിട്ടുള്ള മട്ടനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ മട്ടൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു മട്ടനിൽ കുറച്ച് ഉപ്പ് പുരട്ടി വെച്ചിട്ടുള്ള മട്ടനാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഉപ്പ് പുരട്ടി വെച്ചിട്ടുള്ള മട്ടനാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഇതെല്ലാം കൂടി നമുക്കൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു 2-3 മിനിറ്റോളം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ മട്ടൻ്റെ കളർ മാറുന്ന വരെ തന്നെ നമ്മളൊന്ന് ചെയ്ത് കൊടുക്കണം. മട്ടൻ്റെ കളർ ഇതുപോലെ ഒന്ന് ചേഞ്ച് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിന് അങ്ങനെ പ്രത്യേകിച്ചൊരളവല്ല, നമ്മുടെ മട്ടൻ വേവാൻ ആവശ്യമായിട്ടുള്ളൊരു വെള്ളം. മട്ടൻ മുങ്ങിക്കിടക്കുന്ന ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക, ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഓൾറെഡി നേരത്തെ മട്ടൻ ഉപ്പും പുരട്ടി വെച്ചതായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് ബാക്കി വേണം ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. ഉപ്പൊക്കെ ഓരോരുത്തരുടെ അളവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഈ മട്ടനൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു 80% നമുക്ക് ആദ്യം കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പ്രഷർ കുക്കറിലൊന്നല്ല കേട്ടോ ഇത് വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ഇതേ ഒരു പാത്രത്തിൽ തന്നെ കവർ ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊരു 30 മിനിറ്റ് ഒരു 80%, 30 മിനിറ്റ് മതി നമുക്കൊരു 80% കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഓരോരുത്തരുടെ മട്ടനും വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ എനിക്ക് കറക്റ്റ് 30 മിനിറ്റായി ഞാൻ തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് ഒരു 80% ആയിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ തുറന്ന് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് ഇതിനകത്തേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ സ്പൈസസ് ചേർത്തിട്ടാണ് നമ്മളിനി ബാക്കി ഈ മട്ടൻ കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തർ മട്ടനും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു മട്ടൻ കറിയിൽ നമ്മൾ വേറെ തക്കാളിയോ പച്ചമുളകോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറിൽ 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. ഇത് നമുക്ക് ഈ കറിയിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു കറിക്കായിട്ട് നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്കിൽ നമുക്ക് ആ ഒരു കളർ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് ഒരു 1/4 ടീസ്പൂണോളം ഫെന്നൽ സീഡിൻ്റെ പൗഡറാണിത്. അതുകൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. അതോടെ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചെടുക്കാനായിട്ട് പോകുന്നത് തൈരാണ്. ഞാനിപ്പോൾ കട്ടകളൊന്നും ഇല്ലാണ്ട് ഉടച്ച് വെച്ചിട്ടുള്ള തൈരാണ്, 1/4 കപ്പ്. ഈ 1/4 കപ്പ് തൈരൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തൈരൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതൊന്നും കൂടെ ഒരു 15 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. തൈരിൽ കിടന്നിട്ട് ഒന്ന് കുക്ക് ചെയ്ത് കിട്ടണം. അപ്പോൾ അതിനായിട്ട് ഒരു 15 മിനിറ്റ് നമുക്കൊന്നുകൂടെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മട്ടൻ റോഗൻ ജോഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മട്ടൻ്റെ റെസിപ്പി കൂടിയാണിത്. നമുക്കിത് റൈസിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണിത്. നമ്മുടെ കാശ്മീരിൻ്റെ സ്വന്തം മട്ടൻ റോഗൻ ജോഷ്. കാശ്മീരി സ്റ്റൈലല്ല, നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള മട്ടൻ റോഗൻ ജോഷാണിത്. അപ്പോൾ ഇത് നമ്മൾ ഇതിനകത്ത് തക്കാളിയോ പച്ചമുളകോ അതൊന്നും ആഡ് ചെയ്യുന്നില്ല. പക്ഷേ എങ്കിൽ കൂടി നല്ല ടേസ്റ്റുള്ളൊരു ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു റെസിപ്പിയായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.